നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. നിരവധി രാഷ്ട്രീയ നിരൂപകർ ചോദിക്കുന്ന അതേ ചോദ്യം ഏറെ പ്രസക്തമായ കാര്യം തന്നെയാണ്. എന്തുകൊണ്ട് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഹരിയാനയോടൊപ്പം നടന്നില്ല? വളരെ വ്യക്തമായ ഉദ്ദേശമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ BJP സ്വാധീന വലയത്തിൽ വെച്ചിരിക്കുകയാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്നാണ് രാഷ്ട്രീയ നിരൂപകർ പറയുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യത്തിൽ മൗനം വെടിയണം എന്ന ആരോപണം തന്നെയാണ് ഇവർ നടത്തുന്നത്. കാരണം മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ നടന്നാൽ അവിടെ BJPക്ക് തികച്ച് 10 സീറ്റ് പോലും ലഭിക്കില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അത്രയും ദാരുണമാണ് സാഹചര്യം. പങ്കജ മുണ്ടെ ഉൾപ്പെടെയുള്ളവർ BJP വിടാൻ ഒരുങ്ങി നിൽക്കുന്നു. ഷിൻഡെയ്ക്ക് ഇനി അധിക നാൾ പിടിച്ചു നിൽക്കാനും കഴിയില്ല. ഫട്നാവിസിന് രാഷ്ട്രീയ കളം മാറണം എന്നും ആഗ്രഹമുണ്ട്. നാഗ്പൂരിൽ ഗഡ്കരി അല്ലാതെ മറ്റൊരാൾക്ക് സ്ഥാനമില്ല എന്ന് ഫട്നാവിസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ BJPക്കുള്ളിലെ ഈ നീറ്റലും പുകച്ചിലും കാരണം തന്നെയാണ് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ചത് എന്ന് തന്നെയാണ് വ്യക്തമായ റിപ്പോർട്ട്. കൃത്യമായും കോൺഗ്രസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ജമ്മു ആൻഡ് കശ്മീരിലും അതുപോലെ ഹരിയാനയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും വലിയ എക്കണോമിക് സ്റ്റേറ്റായ മഹാരാഷ്ട്രയിൽ എന്തുകൊണ്ട് ഇതേ സമയം നടന്നുകൂടാ? 2019-ലും 2014-ലും അങ്ങനെ അല്ലായിരുന്നു. കൃത്യമായും ഹരിയാനയും മഹാരാഷ്ട്രയും ഒരേ സമയം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു. എന്നാൽ ഇക്കുറി മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ കാര്യങ്ങൾ BJPക്ക് പ്രതികൂലമായതുകൊണ്ടും BJPയുടെ ഭരണം നഷ്ടപ്പെടും എന്നതുകൊണ്ടും പല രീതിയിലുള്ള ഗിമിക്കുകൾ നടത്താൻ വേണ്ടിയുള്ള സാവകാശത്തിന് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ചിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നത്. സഞ്ജയ് റാവത്തിനെ അടക്കം നിരവധി പേരെ ED ഉപയോഗിച്ച് അവരെ വലയിൽ കൊടുക്കാൻ വേണ്ടി തേരാപ്പാര നടക്കുകയാണ് BJP. പക്ഷെ അതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ED എന്നത് ഏറാമൂളികൾ ആണ് എന്ന് BJP തെറ്റിദ്ധരിച്ചെങ്കിൽ ഇപ്പോൾ EDയിൽ തന്നെ 2 വിഭാഗീയതയുണ്ട്. അതിൽ BJPയെ പിന്തുണയ്ക്കുന്ന സംഘികളും എന്നാൽ നിഷ്പക്ഷമായി പണിയെടുക്കുന്നവരുമുണ്ട് എന്ന് യാഥാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന ഒരു വാചകം വളരെ ശരിയാണ്. EDയെയും CBIയെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വലിയ രീതിയിൽ വെമ്പൽ കൊള്ളുന്നവർക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. ഈ 2 നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ സ്വാഭാവികമായും BJPക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരിക്കുമെന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ്. മഹാരാഷ്ട്രയിൽ 288 സീറ്റുകളാണുള്ളത്. 48 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. ഈ മണ്ഡലങ്ങളുടെ ഫലം വന്നപ്പോൾ അതിലെ 31 സീറ്റുകളും കോൺഗ്രസ് സഖ്യമാണ് നേടിയെടുത്തത്. ഇതോടുകൂടിയാണ് BJPയുടെ അടം ഇളകിയത്.